നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് സോയ ചങ്ക്സ് വെച്ചിട്ടൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. സോയയിൽ പ്രോട്ടീൻ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ നോൺ വെജ് കഴിക്കുന്നവർക്കൊക്കെ അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ് സോയ ചങ്ക്സ്. അപ്പോൾ അത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വെക്കാനും പറ്റും. ഇനി ഇതൊന്ന് കഴുകിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കഴുകിയിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പൊങ്ങി കിടക്കത്തുമില്ല. പിന്നെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. പിന്നെ ഞാനിത് കുതിർത്തൊന്നുമില്ല കേട്ടോ, അത് വെറുതെ ഒന്ന് കഴുകിയിട്ടിട്ടതേ ഉള്ളൂ. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അതിന് പകരം മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർത്താലും മതി. ഇനി ഇത് വേവുന്നതിനായിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർക്കാം. സാധാരണ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ കുക്കറിൽ വെക്കുവാണെങ്കിൽ അത്രയും ഒരു സ്മെല്ല് വരത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3-4 വിസിൽ മതിയാവും. ഇത് കൂടുതൽ വെന്താലും വെന്തുടഞ്ഞു പോകത്തൊന്നുമില്ല. ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഇനി ആ കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോൾ അതൊരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ബ്രൗൺ ആകുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഈ സവാള നല്ല ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അത് നോക്കിയാൽ മതി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല നിറവും കിട്ടും, എരിവ് വളരെ കുറവായിരിക്കും. 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. ഞാനിവിടെ ഈസ്റ്റേൺ മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി തീ നല്ലപോലെ കുറച്ച് വെച്ച് 2-3 മിനിറ്റ് ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ പുളി ഇതിനധികം വേണ്ട. അപ്പോൾ പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു കുറച്ച് ചേർത്താൽ മതി. ഇനി ആ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഈ മസാല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിരിക്കുന്നതാണ്. തക്കാളി ഒന്ന് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല കയ്പുണ്ടാവും. ഒരു 3 വിസിലടിച്ച് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് വെന്താൽ മാത്രമേ ഇതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ഇനി ഈ വേവിച്ചെടുത്ത സോയ ചങ്ക്സ് നമുക്ക് ആ മസാലയിലേക്ക് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ വെള്ളം കൂടെ ഒഴിക്കുമ്പം നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കും. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആ മസാലയൊക്കെ നല്ലപോലെ അകത്തേക്ക് പിടിക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റ് മതിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതൊരു സ്പോഞ്ച് പോലെയാണ്, അപ്പോൾ അതിലേക്ക് ആ വെള്ളമൊക്കെ നല്ലപോലെ അങ്ങ് പിടിച്ചെടുക്കും. ഇനി ഇത് തുറന്ന് വെച്ച് കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ നല്ലപോലെ അങ്ങ് ഡ്രൈ ആവും. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതിൻ്റെ ലിങ്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും പാചകലോകം ചാനൽ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇനിയിപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.